നമ്മുടെ പ്ലസ് 2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് അങ്ങനെ വന്നു. കുട്ടികൾ ഇതിനോടകം തന്നെ എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിജയം നമുക്ക് ഒരു പ്രതീക്ഷിച്ച പോലെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് പ്രതീക്ഷിച്ച ഒരു വിജയം വന്നിട്ടില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഇച്ചിരി നല്ലത് തന്നെയാണ്. പക്ഷെ കുട്ടികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത്ര നല്ല കാര്യമല്ലെങ്കിലും നല്ല കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പലയിടത്തും ചെല്ലുമ്പോൾ നമ്മുടെ മാർക്കിന് ഇത്തിരി പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ പേരിൽ തന്നെ റിസൾട്ട് ഇത്തിരി കുറവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു ഫെയിലായ കുട്ടിക്കുള്ള ഇനിയുള്ള ഓപ്ഷൻസുകൾ, ഈ വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് ആണ് ഇനി നെക്സ്റ്റ് അവർക്ക് ഉള്ളത്. അത് മറക്കാതെ നിങ്ങൾ ചെയ്യണം. ഇംപ്രൂവ്മെന്റ്, +1 ഇംപ്രൂവ്മെന്റ്, അത് നമുക്ക് വരുന്നത് ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബറിലാണ്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഈ ഒക്ടോബർ ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളായിരിക്കും ഇനി ഈ വർഷമേ ഇല്ലെന്നോ, ഒക്ടോബർ വരാൻ പോലേ ഉള്ളൂ. പക്ഷെ പലരും ഇതങ്ങ് മറന്നു പോകും. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും കേട്ടോ. ഓഗസ്റ്റ് ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കും. കാരണം അവർക്ക് കുറെ പ്രോസസ് ഉണ്ടല്ലോ, കുട്ടികളിൽ എത്ര പേരുണ്ട്, അതിനനുസരിച്ച് അറേഞ്ച്മെന്റ് കുറെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെ സബ്ജക്ട്സ് കുറെ ഉണ്ട്. അപ്പോൾ ഒരു ഓഗസ്റ്റ് മാസം തൊട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എന്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇത് കിട്ടിക്കൊണ്ടിരിക്കും. മാക്സിമം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പവും ഇല്ലാതെ മിസ്സാവാതെ കിട്ടും. അപ്പൊ ഓഗസ്റ്റില് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഒക്ടോബർ മാസം നിങ്ങൾ എഴുതണം. +1 ഇംപ്രൂവ്മെന്റ് ഏത് സബ്ജക്റ്റ് ആണോ പോയതെന്നുള്ളത് എഴുതണം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇപ്പൊ മാർക്ക് കുറഞ്ഞതിന് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി ആൻഡ് ഫോട്ടോകോപ്പി ഉണ്ട്. ഈ റീവാലുവേഷൻ, സ്ക്രൂട്ടിനിയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഡബിൾ വാല്യുവേഷൻ ആയതുകൊണ്ട് പറ്റില്ല. പക്ഷെ മറ്റുള്ള സബ്ജക്ട്സിനെല്ലാം ഇതെല്ലാം പറ്റും കേട്ടോ. ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് പറ്റുന്ന ഒരൊറ്റ ഓപ്ഷൻ ഫോട്ടോകോപ്പി എടുക്കാനേ പറ്റുള്ളൂ. ഒരു പേപ്പറിന് 300 രൂപയാണ് കേട്ടോ. ഇനി റിവാലുവേഷൻ ഇപ്പം ഇംഗ്ലീഷ് അങ്ങനെയുള്ളതിനൊക്കെ ആണെങ്കിൽ 500 രൂപ ഒരു പേപ്പർ റിവാലുവേഷൻ കൊടുക്കാം, സ്ക്രൂട്ടിനി കൊടുക്കാം, സൂക്ഷ്മ പരിശോധന, പിന്നെ ഫോട്ടോകോപ്പി. ഓക്കെ, അപ്പോൾ 3 സബ്ജക്റ്റിന് ഇത് രണ്ടും പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഇത് 2 കാര്യങ്ങൾ പറ്റില്ല, ഇത് മാത്രമേ പറ്റുള്ളൂ. മറ്റുള്ളതിനെല്ലാം പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾ ഇനിയും ഒരു ഫെയിലായ കുട്ടി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡൗട്ട്സുകൾ ഒത്തിരിയാണ്. നിങ്ങൾ ഒന്നാമത്തേത് +1 ഇംപ്രൂവ്മെന്റ് മറക്കാതെ മിസ് ആവാതെ നിങ്ങൾ അത് എഴുതിയിരിക്കണം. ഈ +1 ഇംപ്രൂവ്മെന്റിന് മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങിച്ചോണം. അതാണ് നിങ്ങളുടെ അടുത്ത ഇനി ജോലി. ഇനിയും നിങ്ങൾ 1-2 എക്സാം കഴിഞ്ഞ് ഫെയിലായ കുട്ടിക്ക് ഇനിയും ഇംപ്രൂവ്മെന്റ് പഠിക്കേണ്ടതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസും ഉത്തരവാദിത്വവും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ചെയ്യണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള എല്ലാ സബ്ജക്ട്സുകളും +1ന്റെയും +2ന്റെയും ക്ലാസ് എല്ലാം ഉണ്ട്. ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങളെ ജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സും വേണ്ട ഇൻസ്ട്രക്ഷൻസും തന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് എഴുതണം. നെക്സ്റ്റ് ഇയറിലും ഉണ്ട്, പണി തീർന്നില്ല. നെക്സ്റ്റ് ഇയറിലും പണിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇയർ നിങ്ങൾ +2ന്റെ റെഗുലർ കാർഡ് ഇപ്പൊ +2 പഠിക്കുന്നവരുടെ കൂടെ എഴുതണം. +2 പഠിക്കുന്ന ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ അതും എഴുതണം. അങ്ങനെ നിങ്ങൾ പാസ്സാവാം കേട്ടോ. അപ്പൊ ഈ +1 ഇംപ്രൂവ്മെന്റ് കൊണ്ട് നിർത്തരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. +2 റെഗുലർ കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അത് അവിടെ വെച്ച് നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഒരു വരിയാണ്. അതാണ് ഒരു നെക്സ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പൊ ഈ +1 ഇംപ്രൂവ്മെന്റ് നല്ല മാർക്ക് കിട്ടിയാൽ ഇപ്പൊ നിങ്ങൾക്ക് +2ന് കിട്ടുന്നുണ്ടല്ലോ സേഡ് എക്സാം മാർക്ക്, അതുകൂടെ വെച്ചുകൊണ്ട് ഇംപ്രൂവ്മെന്റ് മാർക്ക് കൂടെ ചേർത്ത് നിങ്ങൾക്ക് വേണം ജയിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നിങ്ങൾ +2 മസ്റ്റായിട്ട് അടുത്ത വർഷത്തെയും അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ഇപ്പോഴത്തെ വന്നേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയും കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ആദ്യം ഫോക്കസ് ചെയ്യണം, ഒന്നും നോക്കണ്ട, +1 ഇംപ്രൂവ്മെന്റിന് മാക്സിമം മാർക്ക് വാങ്ങുക. ഏത് സബ്ജക്റ്റ് ആണോ പോയത് അതിന്റെ +1 മാത്രം പഠിക്കുക. ഇപ്പൊ വേറെ ഒന്നും ഈ വർഷം ഇനിയില്ല. +2നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ +2 ഇപ്പം എക്സാം ഇല്ല എന്നർത്ഥം. അടുത്ത വർഷം എഴുതുന്നവർ ഇപ്പോഴേ പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് എക്സാം ഇല്ല. അപ്പൊ +1 ഇംപ്രൂവ്മെന്റ് മാക്സിമം മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ കിട്ടിയ മാർക്കും ഈ ഇംപ്രൂവ്മെന്റ് മാർക്കോട് ചേർത്ത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ആണെങ്കിൽ 36ഉം മറ്റേനാണെങ്കിൽ 48. ഓക്കെ, ആർക്കാ ഇംഗ്ലീഷ് അങ്ങനെയുള്ളതിനല്ല, 80-ലുള്ളതിനെല്ലാം 48ഉം 60-ലുള്ളതിനെല്ലാം 36 നിങ്ങൾ ഉറപ്പിച്ച് വാങ്ങിയിരിക്കണം കേട്ടോ. ഇതാണ് നിങ്ങളുടെ അടുത്ത വഴി. വേറെ ഒന്നിനെ കുറിച്ച് ഇനിയും ചിന്തിക്കേണ്ട. ടൈം ആകുമ്പോൾ ഇംപ്രൂവ്മെന്റിനുള്ള ഫീസ് അടച്ച് നിങ്ങൾ അതാത് സ്കൂളുകളിൽ
നിങ്ങൾക്ക് എല്ലാം കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ എഴുതിയത് അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം, കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാം. എന്ത് ചെയ്താലും പഠിത്തം ഇതിലൂടെ നടക്കണം. അല്ലാതെ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു ആ കാര്യങ്ങൾ അതൊന്നുമല്ല. പഠിത്തം നന്നായിട്ട് നടന്നെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് എഴുതുമ്പോൾ ജയിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യം മറക്കാതെ എല്ലാവരും ചെയ്യുക, പഠിക്കുക എന്നുള്ളത് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ജയം എന്ന് പറഞ്ഞാൽ പിന്നെയും ദൂരെയായി പോകും. അപ്പൊ നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ ഇത്തിരി പണി ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും ഈ ഫെയിൽ ആയവരിലെ 90% ആൾക്കാരും സോഷ്യൽ മീഡിയ മൊബൈൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അവിടുന്ന് പിന്നെയും നിങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെയും ഇതേ റിസൾട്ട് തന്നെ ഉണ്ടാകത്തുള്ളൂ. ആരും ജയിപ്പിക്കുന്ന പണിയില്ല, എഴുതി ജയിക്കാനേ പറ്റുള്ളൂ. ഒരു കൺസെഷനും ഇല്ല എന്നർത്ഥം. ഓക്കെ, അവിടെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ജയിക്കുക. അപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട പോലെ മാക്സിമം നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ഒന്ന് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.